അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഭർത്താവിനെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് എന്തോ തെറ്റായ അവിഹിതങ്ങളുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു സഹോദരി. അതിൽ കുറേ ശരികളുണ്ട്. അത്തരത്തിലുള്ള പല ഗ്രൂപ്പുകളും അദ്ദേഹമുണ്ട്. പല സ്ത്രീകൾക്കും പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അത് ഒരു ശരി തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഭാര്യമാരാവുമ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതവർക്ക് വല്ലാതെ വിഷമമുണ്ടാകും. കാരണം ഒരു സ്ത്രീക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ഒരു ബന്ധമുണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംശയം അങ്ങനെ ചിലത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി ഫോണിട്ടിരുന്നാലും വീട്ടിലില്ലാത്തപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ സ്ത്രീകൾക്ക് ചാറ്റ് ചെയ്യായിരിക്കുമെന്ന് വിചാരിക്കാനേ അവർക്ക് പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മളവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു 10-20 വർഷത്തിലേറെ വിവാഹം കഴിഞ്ഞിട്ടായിട്ടുള്ള ഒരു പുരുഷനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണത്, അദ്ദേഹം ഈ 20 കൊല്ലവും ഇങ്ങനെ ആയിരുന്നോ? വിവാഹം കഴിഞ്ഞ് തുടക്കം മുതൽ തന്നെ ഇങ്ങനെ മറ്റു സ്ത്രീകൾക്ക് ചാറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കണ്ടിരുന്നോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ അദ്ദേഹം ഒരു ശ്രദ്ധക്കുറവ് കാണിക്കുന്നില്ല എന്നാണ് പറയണത്. വളരെ കുറഞ്ഞ കാലങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു ചാറ്റിങ്ങിലേക്കും സ്ത്രീകളുമായിട്ടുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ പോയത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ അവിടെ വ്യക്തമായി. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാകുന്നതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 2 കാര്യങ്ങളെന്നാൽ, ഒന്ന്, അദ്ദേഹം ജോലിയില്ലാതെ അധിക സമയവും വെറുതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ തെറ്റിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അനാവശ്യമായി ജോലിയില്ലാതെ ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഇനി വെറുതെ ഇരിക്കുന്നതിനൊരു കാരണമുണ്ട്. നമ്മൾ രോഗിയാണ്, നമുക്ക് എങ്ങോട്ട് പോകാൻ കഴിയില്ല, എന്നാൽ തന്നെ അപകടകരമാണ്. അതല്ലാത്ത ഒരു സാഹചര്യത്തിലും നമ്മൾ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ മഷൂലാവാതെ, ജോലിയിലാവാതെ നമ്മൾ ഇരിക്കാൻ പാടില്ല. കാരണം ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് മുഷിപ്പ് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. അപ്പോൾ എന്താണ് ആ വഴി ഉണ്ടാവുക? മിക്കവാറും തെറ്റിൻ്റെ വഴിയാണ്. കാരണം നമ്മുടെ ഹവകൾ, നമ്മുടെ ദേഹേച്ഛകളിലേക്ക് ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണീയ നമുക്ക് വെറ്റ്മാറ്റൊന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുന്ന ആളുകൾ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു ജോലി നമ്മൾ കഴിഞ്ഞാൽ ഫൈദ ഫറഗത്ത ഫൻസോബ്, നമ്മുടെ ജോലി കഴിഞ്ഞാൽ വേറൊരു ജോലിയിലേക്ക് നമ്മൾ നീങ്ങണം. എന്ത് ജോലി എന്നുള്ളതല്ല. ചിലപ്പോൾ ഒരു മതപരമായ കാര്യമാണ്, നിസ്കാരമാണെങ്കിൽ നമ്മൾ ഭൗതികമായൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകണം. എന്തെങ്കിലും നമ്മുടെ കുട്ടികളുമായിട്ടോ നമ്മുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയുള്ള നമ്മുടെ ഹോംവർക്കോ എന്തെങ്കിലും ആവട്ടെ, എല്ലാ സന്ദർഭത്തിലും അതിനെപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലിക്കനുസരിച്ച് കൊണ്ട് ഒരു ദിവസത്തേക്ക് നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഒരു വളരെ സമയബന്ധിതമായി നമ്മുടെ വ്യായാമത്തിന്, നമ്മുടെ ഖുർആൻ പാരായണത്തിന്, നമ്മുടെ ജോലിക്ക്, നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബമായിട്ട് ഇടപഴകാൻ വേണ്ടി, നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എല്ലാറ്റിനും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സമയം നിശ്ചയിക്കാം. അപ്പോൾ ആ സമയം ഇങ്ങനെ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരക്കിലാവും. അത് നമ്മുടെ ധാർമ്മികമായ ഒരു ജീവിതത്തിന് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്, അദ്ദേഹം തെറ്റിലേക്ക് പോകാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ കൂട്ടുകെട്ടുകളുണ്ട്. അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും കാര്യങ്ങളുമുണ്ട്. അതിലുപരി വളരെ പ്രത്യേകമായി തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ടെൻഷനുകളുണ്ട്. അതായത് മാനസികമായ വിഷമങ്ങളുണ്ട്. സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ വന്നു, പ്രയാസങ്ങൾ വന്നു. അപ്പോൾ ഈ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എല്ലാ വക്തിനും പള്ളിയിൽ പോയിരുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്ന ആളാണ്. പൊതുവേ ഒരു ഡിപ്രഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ, നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരും. ഭക്ഷണം വേണ്ടാന്ന് തോന്നും, അതേപോലെ തന്നെ ഉറങ്ങാൻ കഴിയാതെ വരും, അതേപോലെ നമ്മുടെ ആരാധനകളിൽ നമുക്കൊരു വിഷമാവസ്ഥ തോന്നും. എല്ലാം റെഗുലർ നമ്മളെല്ലാ ചെയ്തുകൊണ്ടിരിക്കുന്ന നിത്യമായ കാര്യങ്ങളിൽ മുഴുവനും അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ പൊതുവേ ഡിപ്രഷൻ്റെ മാനസിക വിഷമം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീനി കാര്യങ്ങൾ കുറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ അതെല്ലാം കുറഞ്ഞ കൂട്ടത്തിൽ ദീനി കാര്യങ്ങൾ കുറഞ്ഞു, പള്ളിയിൽ പോകൽ കുറഞ്ഞു, ഖുർആൻ പാരായണം കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളെ മാറ്റാൻ, അതിനും നമ്മൾ പെട്ടെന്ന് തിന്മയിലേക്ക് പോകാനുള്ള സാധ്യത അത്തരം സന്ദർഭങ്ങളിൽ കൂടുതലാണ്. ഇപ്പോൾ വിഷാദങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ 2 കാര്യങ്ങൾ
വളരെ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ, വർഷങ്ങളോളം വളരെ ദീനീ ചിട്ട പാലിച്ചിരുന്ന ഒരാളെ തിന്മയിലേക്ക് കൊണ്ടുപോവാനുണ്ടായത് പ്രധാനമായും ഈ 2 കാരണങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളാരും മുക്തരല്ല. ഏത് സന്ദർഭത്തിലും അധിക സമയം വെറുതെ ഇരിക്കുക, അതേപോലെ തന്നെ എന്തെങ്കിലും മാനസിക ടെൻഷനുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തെറ്റിലേക്ക് പോകാം. തെറ്റിലേക്ക് പോവാൻ നമ്മളെന്ത് ചെയ്യേണ്ടതില്ല, അവസരം തേടി അന്വേഷിച്ച് ബുദ്ധിമുട്ടി ഇനിയിപ്പോൾ എന്തൊരു തെറ്റാ എനിക്ക് ചെയ്യാൻ പറ്റുക എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫോണെടുത്ത് ലോക്ക് തുറന്നാൽ എന്ത് ചെയ്യും, നമ്മുടെ മാനസികാവസ്ഥക്കനുസരിച്ചാണ് ഫോണിലേക്ക് പോവുക, അല്ലേ? ഞാനൊന്ന് പീസ് റേഡിയോ കേൾക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിലേക്ക് പോവുക ഒരാൾ, അയാൾ തുറക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥയാണ്. എന്നാലും ഒരു വൃത്തികേട് കാണണം വിചാരിച്ചാൽ പറ്റും. ഒരു പെണ്ണിന് ഫോൺ ചെയ്യണമെങ്കിൽ അത് പറ്റും. ഒരു പഴയ സൗഹൃദത്തിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ അത് പറ്റും. അതിലൊരു പ്രശ്നമില്ല. പിന്നെ ഇദ്ദേഹം തെറ്റിലേക്ക് പോവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഒരു അന്യ ലേഡിയോട് എന്ത് ഫ്രണ്ട്ഷിപ്പാണ്? നമുക്കൊരാവശ്യമില്ലാതെ ഒരു സ്ത്രീയെ, അത് നാട്ടിലൊക്കെ എല്ലാവരും പറയണതാണ്. ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ പരസ്പരം പറയും. എന്തേലും അന്യർക്ക് ചാറ്റ് ചെയ്യണ കണ്ടാൽ ചോദിച്ചാൽ പറയും, "അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഞങ്ങൾ വേറെ തമ്മിലൊന്നുമില്ല." ഒരു അന്യ സ്ത്രീയോടും അന്യ പുരുഷനോടും എന്ത് ഫ്രണ്ട്ഷിപ്പാണിത്? എന്ത് ആവശ്യമുണ്ടായിരുന്നു? നിങ്ങൾ സഹപ്രവർത്തകയാണോ? അല്ലെങ്കിൽ സഹപ്രവർത്തനം ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പറയേണ്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്? നമുക്ക് എല്ലാ സമയത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു സുഹൃത്തായി ഒരു അന്യ സ്ത്രീയെ കൊണ്ടു നടക്കാൻ പറ്റും, ഒരു അന്യ പുരുഷനെ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നിസ്സാരമായി കാണുന്നുള്ളതാണ്. ഇതിനെ നിസ്സാരമായി കാണുന്നുള്ളതാണ് ഒരു കാര്യം. എന്തൊക്കെ സംഭവിക്കുന്നു? ഭാര്യയുടെ വിശ്വാസം പോയി, മക്കൾക്ക് തന്നെക്കുറിച്ചുള്ള മതിപ്പ് പോയി, മനസ്സിലായി, ജീവൻ തന്നെ ആകെ തകരാറായിപ്പോയി, ഭയങ്കരമായ അപകർഷത ഉണ്ടായി, കുറ്റബോധം ഉണ്ടായി, അഭിമാനത്തിന് പ്രശ്നമുണ്ടായി, തൻ്റെ ബന്ധുക്കൾ അറിഞ്ഞ് അതുമൂലം കുറേ ഇഷ്യൂസ് ഉണ്ടായി. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? അപ്പോൾ സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തണം. എന്തുകൊണ്ട് നമ്മൾ തെറ്റിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നാം തൗബ ചെയ്ത് മടങ്ങിയ പല തെറ്റുകളിലേക്കും വീണ്ടും പോവാതിരിക്കാൻ നമുക്ക് കഴിയൂ. അള്ളാഹു ഹിദായത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.